ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒരുപാട് സുജൂദുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് അത് ഏതെങ്കിലും രീതിയിൽ നിഷേധിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന സുജൂദുകൾ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരായി? അബാ വസ്തക്ബറ. സുബ്ഹാനല്ലാഹ്, നമ്മൾ നിഷേധിക്കുകയാണല്ലേ അതിനെ. അപ്പൊ നമ്മളുടെ വിശ്വാസവും ഇബ്ലീസിന്റെ വിശ്വാസവും തമ്മിൽ ഇപ്പൊ എന്താ ഒരു വ്യത്യാസം ഉള്ളത്? അസ്തഗ്ഫിറുല്ലാഹ്. ഇബ്ലീസ് അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടിക്കുള്ള ഒരു സുജൂദാണ് നിഷേധിച്ചത് അല്ലേ. അപ്പം നമ്മള് ഇതുപോലെ ഒരുപാട് സുജൂദുകൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ, ഒരൊറ്റ സുജൂദിന്റെ പേരിൽ ഇബ്ലീസ് വക്കാന മിനൽ കാഫിരീൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും അല്ലെ. നമ്മൾ ഒരു നമസ്കാരമെങ്കിലും നമ്മൾ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് കാര്യമായിട്ട് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഓരോരുത്തരും സുബ്ഹാനല്ലാഹ് അല്ലെ, നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കിത് കേൾക്കുമ്പോൾ നമ്മളെക്കാളും നമ്മളുടെ കുടുംബത്തിനെയോ മറ്റുള്ളവരൊക്കെ ആയിരിക്കും ഓർമ്മ വരിക. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ. കാഫറുകളിൽ പെട്ടുപോകുന്നതിന് തൊട്ട് അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്യുക, ഏറ്റവും നല്ല കൗല് കൊണ്ട് ഉപദേശിക്കുക, അതിനു വേണ്ടിയുള്ള ഹിക്മത്ത് അള്ളാഹുവിന്റെ അടുത്ത് തേടുക, അതിനു വേണ്ടിയുള്ള അവസരങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് തേടുക. അള്ളാഹു ഓരോരുത്തർക്കും തരട്ടെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും. കാരണം നമ്മളെല്ലാവരും ചെയ്താലും മതിയാവാത്ത അത്രയും ദഅവ, ഈ ഇൽമ് പ്രചരിപ്പിക്കുന്നതിന്റെ ആവശ്യം നമ്മളുടെ ദുനിയാവിൽ ഇന്ന് ഉണ്ട്. 1, 2, 3, 4 ആൾക്കാർ പറഞ്ഞതുകൊണ്ടായില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഹിക്മത്ത് എല്ലാവർക്കും തരട്ടെ. ഓരോരുത്തർക്കും ഓരോ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട്, സുബ്ഹാനല്ലാഹ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മളെല്ലാവരും ഒരു നാട്ടിലായിരുന്നെങ്കിൽ ആഗ്രഹിക്കാറുണ്ട് ഒന്നിച്ച് കാണാലോ ചെയ്യാലോ എന്നൊക്കെ. പക്ഷെ അള്ളാഹുവിന്റെ വലിയൊരു ഹിക്മത്ത് തന്നെയാണ് നമ്മൾ പല നാട്ടിലിരുന്നിട്ട് നമുക്കിത് കേൾക്കാനും പഠിക്കാനും പറ്റുന്നത് അല്ലേ. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്ന വ്യത്യാസം ആ സമൂഹങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഭാഗ്യം ഇപ്പൊ ഉണ്ട് അല്ലെ. ഓരോ നാട്ടില്, ഓരോ ജില്ലകളില്, അല്ലെങ്കിൽ പുറത്ത് വിദേശങ്ങളിൽ, അവിടെയൊക്കെ നമ്മളുടെ ജീവിതം ഖുർആൻ കൊണ്ട് മാറുമ്പോൾ അത് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവാനുള്ള ഒരു തൗഫീഖാണ് അത്. സുബ്ഹാനല്ലാഹ്, മറ്റുള്ളവരിലേക്ക് നല്ല രീതിയിൽ ഓരോ ഗ്രൂപ്പിലേക്കും ദഅവ എത്തിക്കാനുള്ള ഒരു തൗഫീഖാണ്. അപ്പം അത്രയും വലിയ ഭാഗ്യം നമുക്ക് കിട്ടിയിട്ട് അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അതിന്റെ ഏറ്റവും സ്റ്റാർട്ടിങ് എന്നുള്ള സ്റ്റെപ്പാണ് ദുആ ചെയ്യുക റബ്ബിന്റെ അടുത്ത്. റബ്ബേ, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുവരാൻ പറ്റുകയും അതേപോലെ ഭംഗിയായിട്ട് മറ്റുള്ളവരിലേക്ക് അതിന്റെ സംസാരത്തിലൂടെയാവാം, പ്രവൃത്തിയിലൂടെയാവാം, എങ്ങനെയാണെങ്കിലും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ഭാഗ്യം നീ മരണത്തിന്റെ ഇടക്ക് അത് നീ എനിക്ക് തരണേ. അള്ളാഹു എന്തായാലും എളുപ്പം തരും. ഓക്കെ. അപ്പം ഓരോ സുജൂദും ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ നഷ്ടം തന്നെ ഉണ്ടാക്കിയേക്കാം. ഈ ലോകത്തും പരലോകത്തും ഏറ്റവും വലിയ നഷ്ടക്കാരിൽ നമ്മൾ പെട്ടുപോയേക്കാം. റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. നമുക്കറിയാം അല്ലെ, പണ്ഡിതന്മാർ ഒക്കെ പറഞ്ഞതായിട്ട്, അതായത് ഒരാൾ മുസ്ലിം ആണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും നമസ്കരിക്കുന്നില്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല. മുസ്ലിമും ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം തന്നെ നമസ്കാരമാണ് അല്ലെ. താരിഖുസ്സല, നമസ്കാരം നിഷേധിക്കുന്നവൻ, നമസ്കാരം ഒഴിവാക്കുന്നവൻ, അവൻ ഒരു കുഫ്റാണ്, ഒരു കാഫിർ ആവാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെല്ലാരെയും തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന്, എന്നാൽ പോലും പലപ്പോഴും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത, അല്ലെങ്കിൽ ഓക്കെ ആണ്, കുഴപ്പമില്ല, ശരിയാവും എന്നുള്ള രീതിയിൽ വളരെ ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന ഒരു കാര്യമാണ്. ശരിയാണ്, ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യേണ്ടത്, സുജൂദ് ചെയ്യേണ്ടത്. നമ്മൾ മുത്തഖീങ്ങളെ കുറിച്ച് പഠിച്ചപ്പം പറഞ്ഞിരുന്നു അല്ലെ, യുഖീമൂന സ്വലാത്ത്, അവര് നമസ്കാരം നിലനിർത്തുന്നവരാണ്. നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലക്കുള്ള ഹഖാണ്, അള്ളാഹുവിന്റെ അവകാശമാണ്. അള്ളാഹു നമുക്ക് ഓരോ ദിവസത്തിലും 24 മണിക്കൂർ ജീവിക്കാനും ശ്വസിക്കാനും ആസ്വദിക്കാനും തന്നിട്ടുണ്ട് അല്ലെ. പക്ഷെ നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ നമുക്ക് ലേശം ഒരു പ്രയാസമാണ് അല്ലെ. നമുക്ക് ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് എനർജി ഉണ്ട്. ഒരു ദിവസം എത്രയോ പ്രാവശ്യം വീട്ടിലെ സ്റ്റെപ്പ് കയറി ഇറങ്ങും അല്ലെ. നമ്മള് വീട്ടില് അപ്സ്റ്റേഴ്സ് ഉള്ളവരാണെങ്കിലും റൂം മുകളിലാണെങ്കിൽ എത്രയോ പ്രാവശ്യം നമ്മൾ ഓടി ഇറങ്ങും. നമുക്ക് എത്രയോ സംസാരിക്കാനുള്ള ആവതുണ്ട് ഒരു ദിവസം. എത്ര ആളുകളോട് അല്ലെ, പണ്ടത്തെ പോലെയല്ലേ ഇപ്പൊ ചാറ്റായിട്ടും ഇങ്ങനെയൊക്കെ നമ്മൾ എത്രയോ സമയങ്ങൾ ചെലവഴിക്കുന്നുണ്ട് സംസാരിച്ചിട്ട്. പക്ഷെ നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ നമുക്ക് ആകെ കൂടെ ഒരു ലൈഫില്ല, ഒരു എനർജി ഇല്ല അല്ലെ. അപ്പം അത് വലിയൊരു അനീതിയാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിൽ ഉള്ളതെല്ലാം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എല്ലാം നിങ്ങൾ ഇത് ആസ്വദിച്ചോ, നിങ്ങൾ ഇത് ഉപയോഗിച്ച് എനിക്ക് ഇബാദത്ത് ചെയ്യേ. പക്ഷെ നമുക്ക് ആ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 5 മിനിറ്റ് നമുക്കൊരു ദിവസത്തിലെ ഏറ്റവും പ്രയാസമുള്ള സമയമാണ്.
നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, ശരിക്കും നമുക്കത് പറ്റാഞ്ഞിട്ടാണോ നമസ്കാരം? ശരിക്കും നമസ്കാരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ക്ഷീണവും എക്സ്ക്യൂസും ഒക്കെ ഉണ്ടാവാൻ പാടുണ്ടോ? എനിക്ക് ഭയങ്കര ക്ഷീണാണ് അല്ലെ, എനിക്ക് എനർജി ഇല്ല. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. ഇബ്ലീസ് ഒരു സുജൂദേ നിഷേധിച്ചിട്ടുള്ളൂ, കാന മിനൽ കാഫിരീൻ. അപ്പം എനിക്ക് നിഷേധിക്കാൻ പറ്റോ, പാടുണ്ടോ? ആദം അലൈഹി ഇസ്ലാമിന്റെ ഒരു സന്തതി അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോൾ ഇബ്ലീസ് കരയും. ഇബ്ലീസ് കരഞ്ഞിട്ട് പറയും, ഞാൻ ഒരു സുജൂദ് നിഷേധിച്ചിട്ട് എന്റെ അവസ്ഥ ഇതായി. അവൻ കണ്ടോ, അവൻ ഒരു സുജൂദിന്റെ മുകളിൽ വീണ്ടും സുജൂദ് ചെയ്ത് അള്ളാഹുവിന്റെ അടുത്ത് അടുക്കുന്നത്. സഹിക്കാൻ പറ്റൂല അല്ലെ ഇബ്ലീസിന്, അസൂയ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് എത്രത്തോളം ശ്രദ്ധിക്കണം സുജൂദിന്റെ കാര്യത്തിൽ എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ശരിക്കും നമ്മളുടെ അവകാശങ്ങളുടെ കാര്യത്തിലൊക്കെ നമ്മൾ നല്ല ക്ലിയർ ആണ്. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, ഇതെന്റെ അവകാശമാണ്. ഞാനൊരു ഉമ്മയാണ്, ഇത് ഉമ്മയുടെ അവകാശമാണ്. ഞാനൊരു ഭാര്യയാണ്, എനിക്ക് ഇന്ന അവകാശങ്ങളുണ്ട്. ഞാനൊരു തൊഴിലാളിയാണ്, എനിക്ക് ഇന്ന അവകാശങ്ങളുണ്ട് അല്ലെ. ഈ പറഞ്ഞ എല്ലാ അവകാശങ്ങളും നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഓരോന്നിനും, അതായത് ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് എപ്പോഴൊക്കെ എന്തൊക്കെ കിട്ടണം, എന്തൊക്കെ ആനുകൂല്യം കിട്ടണം എന്ന് നമുക്കറിയാം. ഒരു ഭർത്താവിൽ നിന്ന് എന്തൊക്കെ നമുക്ക് കിട്ടണം എന്ന് നമുക്കറിയാം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യും അല്ലെ. വേണ്ടി വന്നാൽ നമ്മൾ ഒരു അഡ്വക്കേറ്റിന്റെ അടുത്ത് വരെ പോയിട്ട് നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കും. പക്ഷെ അള്ളാഹുവിന്റെ ഹക്കിലേക്ക് വരുമ്പം, അള്ളാഹുവിന്റെ അവകാശങ്ങളിലേക്ക് വരുമ്പം അതൊന്നും കുഴപ്പമില്ല അല്ലേ. ഇത് നമസ്കാരം എന്നല്ല, അള്ളാഹുവിന്റെ അവകാശങ്ങളെല്ലാം അത് നമുക്കൊരു വലിയൊരു വിഷയമുള്ള കാര്യമല്ല. കാരണം നമ്മളെ അവകാശങ്ങളൊക്കെ കറക്റ്റ് ഇങ്ങോട്ട് പോന്നോട്ടെ, ഇല്ലെങ്കിൽ അതും പറഞ്ഞ് നമുക്ക് പരാതി പറഞ്ഞിരുന്നാലും കുഴപ്പമില്ല. അള്ളാഹുവിന്റെ അവകാശങ്ങളുടെ കാര്യം വരുമ്പോൾ അള്ളാഹുവിന്റെ അവകാശങ്ങൾ മറന്നുകൊണ്ടാണ് നമ്മൾ നമ്മളെ അവകാശങ്ങളെ പരാതികളും പറഞ്ഞിരിക്കുന്നില്ല. അവരത് ചെയ്തു തന്നില്ല, അവരത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നോട്, അവരത് എനിക്ക് ഇങ്ങനെയല്ലേ തരേണ്ടത് അല്ലെ. ഈ പരാതികളാണ് നമുക്ക് എപ്പോഴും. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ പല ഹക്കുകളും കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ മറന്നു പോവാണ്. ഇത് ആരുടെ ലക്ഷണമാണ്? മുനാഫിക്കിന്റെ അല്ലെ. മുനാഫിക്കിനാണ് ഡബിൾ സ്റ്റാൻഡേർഡ്. ഒരു സ്ഥലത്ത് ഒരു നിയമം, വേറൊരു സ്ഥലത്ത് വേറൊരു നിയമം. ലാ യുഅ്മിനൂന അഹദുകും ഹത്താ യുഹിബ്ബു ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതൊക്കെ തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നവരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു ഹദീസ് അല്ലെ. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ടാവാൻ പാടില്ല. ഒരു സ്ഥലത്ത് ഒരു നിയമം, വേറൊരു സ്ഥലത്ത് വേറൊരു നിയമം. അതായത് ഒരു എക്സാമ്പിൾ പറയാം. അപ്പം എനിക്ക് എന്നെ ആളുകൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനാണ് ഇഷ്ടം. ആളുകൾ എന്നോട് നല്ല ഡീസെന്റ് ആയിട്ട് സംസാരിക്കണം, നല്ല വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കണം, സ്നേഹത്തോടെ പെരുമാറണം, കെയർ ചെയ്തുകൊണ്ട് പെരുമാറണം. എന്തെന്നാണ് ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്താൽ പോലും അവരെന്നോട് നല്ല രീതിയിൽ തിരുത്തി തരുന്നതാണ് എനിക്ക് ഇഷ്ടം. എന്നാലും അവർക്ക് അങ്ങനെ പറഞ്ഞുകൂടാ, അത് അവർക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മാറ്റുമായിരുന്നല്ലോ, അങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഇത്ര ഹാർഷായിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ സഹോദരർക്കും അവർക്കും ഇത് തന്നെയാണ് ഇഷ്ടം. എല്ലാ മനുഷ്യന്മാർക്കും അവരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാനും ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കാനും വളരെ നല്ല വാക്ക് ഉപയോഗിക്കുന്നത് കേൾക്കാനുമാണ് എല്ലാ മനുഷ്യന്മാർക്കും ഇഷ്ടം. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് അവർക്കും വേണ്ടി ഇഷ്ടപ്പെട്ടേ മതിയാവും. നമ്മൾ നമ്മൾക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നത് അവർക്കും കൊടുത്തേ മതിയാവും. അപ്പൊ നമ്മൾ അവരോട് പറയുമ്പോൾ വേറെ ഒരു ടോക്കിലും, എന്നോട് ആളുകൾ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞോട്ടെ എന്ന് പറയുന്നത് എന്തായി? ഡബിൾ സ്റ്റാൻഡേർഡ് ആയി. അപ്പൊ നമ്മള് മുഅ്മിനാവുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അതേപോലെ നമ്മളെ അവകാശങ്ങൾക്ക് നമുക്ക് ഭയങ്കര കണക്കാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹക്കിലേക്ക് വരുമ്പോൾ കുഴപ്പമില്ല അല്ലേ. നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ എന്തൊക്കെ ഹക്കുകൾ ഒരു ദിവസം അള്ളാഹു മുഴുവൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര കൊടുത്താലും അത് മതി വരില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മൾ എത്ര കൊടുത്താലും അത് പെർഫെക്റ്റ് ആവില്ല. അത് കുഴപ്പം പിടിച്ച് എന്തെങ്കിലും അതിനകത്ത് ഉണ്ടാവും അല്ലെ. എന്തെങ്കിലും പരിമിതികൾ അതിനകത്ത് ഉണ്ടാവും. എന്നാൽ അതുപോലും ആ പരിമിതിയോട് കൂടി പോലും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹക്കുകൾ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. അപ്പം ഇബ്ലീസ് എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ അബാവസ്തക്ബറ. അതുകൊണ്ട് ഇബ്ലീസ് എന്തായി? വകാന മിനൽ കാഫിരീൻ. സുബ്ഹാനല്ലാഹ്. പിന്നെ നമുക്കറിയാം ഇബ്ലീസിന് ഒരുപാട് ദോഷങ്ങളുണ്ട് അല്ലെ. ഇബ്ലീസിനെ കുറിച്ച് നമുക്ക് ഇനിയും പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഒരുപാട് ദോഷങ്ങളുണ്ട്. അതിനകത്ത് ഒരു മെയിൻ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് അല്ലെ, അനുസരിക്കാനുള്ള മടി, നിഷേധം, ഇബാ. അപ്പൊ ഒരാള് അനുസരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഏതെങ്കിലും ഒരു കൽപ്പനയെ, എന്ത് കൽപ്പന ആയിക്കോട്ടെ, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ വ്യക്തമായിട്ട് അറിയുന്ന ഏതെങ്കിലും ഒരു കൽപ്പനയെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഇപ്പൊ നടക്കൂല എന്ന് വിചാരിക്കുന്ന അല്ലെ. അതുപോലെ അതിനെ സില്ലിയാക്കിയെടുത്ത് മാറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അവൻ ആരെയാണ് അനുകരിക്കുന്നത്? ഇബ്ലീസിനെ. നമസ്കാരത്തിന്റെ കാര്യം മാത്രമല്ല, സുജൂദിന്റെ കാര്യം മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു കൽപ്പന, അത് എന്ത് കൽപ്പന ആയിക്കോട്ടെ, അതിനെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ സീരിയസ് ആക്കി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ആരെ അനുസരിക്കുന്നത്? ഇബ്ലീസിനെ.
രണ്ടാമത്തെ ഇബ്ലീസിന്റെ ക്വാളിറ്റി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇസ്തിക്ബാർ, അഹങ്കാരം, അല്ലെ? അള്ളാഹു സുബ്ഹാന തആലയുടെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ അഹങ്കാരം കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ ആരെയാണ് ഫോളോ ചെയ്യുന്നത്? ഇബ്ലീസിനെ. ഇബ്ലീസിന് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇബ്ലീസ് പറയുന്നതാണ് അവിടെ അനുസരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇബ്ലീസിന്റെ കാലടി പിന്തുടർന്നിട്ട് എവിടെ എത്താം? ഇബ്ലീസ് എത്തുന്നിടത്ത് എത്താം. എവിടെ? നരകത്തിൽ. അള്ളാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം ഇബ്ലീസിന് ഇതുപോലത്തെ കുറേ സ്വഭാവങ്ങളുണ്ട്. അതൊന്നും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം, അല്ലേ? അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് അനുസരിക്കുന്നതിനെ വിസമ്മതിക്കുക, അഹങ്കാരം, അതൊക്കെ നമുക്ക് നമ്മളുടെ സ്വഭാവത്തിൽ നിന്ന് പറിച്ചെടുത്ത് കളയാനുള്ള രോഗങ്ങളാണ്. ആദം അലൈഹിസ്സലാം, അല്ലെ, അള്ളാഹു സുബ്ഹാനഹു തആല പേര് പറയാൻ പറഞ്ഞപ്പോ അപ്പൊ തന്നെ പറഞ്ഞ. മലായികത്തിന്റെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു തആല സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അപ്പൊ തന്നെ സുജൂദ് ചെയ്ത്. ഇബ്ലീസിനോട് അള്ളാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അപ്പൊ ഇബ്ലീസ് ആരായി? കാഫിരീൻ. സുബ്ഹാനല്ലാഹ്. നമ്മൾ കുഫ്ർ എന്താന്ന് ഇവിടെ പഠിച്ചു, അല്ലേ? കുഫ്ർ എന്ന് പറയുന്നത് എന്താണ്? അവിശ്വാസം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ മുസ്ലിങ്ങൾ അവർക്ക് അറിയേയില്ല, അവർ വിശ്വസിക്കുന്നുമില്ല. അതാണ് കുഫ്ർ എന്നാ നമ്മൾ വിചാരിച്ചല്ലേ? പക്ഷെ ഇവിടെ കുഫ്ർ എന്താന്ന് പറഞ്ഞത്? നിഷേധമാണ്, അനുസരണക്കേടാണ്. അറിഞ്ഞുകൊണ്ടാണെങ്കിലും, അല്ലെ? ഇവിടെ ഇബ്ലീസ് അറിഞ്ഞുകൊണ്ട് നിഷേധിച്ചതാണ്. നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മൾ